എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? പിന്നെ നമുക്കൊരു ഹാപ്പി റീഡിങ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം കൂടിയത്, അല്ലേ? അപ്പോൾ ആ സംഭവങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവരുടെ മനസ്സിൽ എന്താണ്. ഓക്കെ. പിന്നെ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കിയൊന്ന് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ചെയ്തു തരുന്നതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂവേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. എംപ്രസ് സ്വാഭാവികം, ലവേഴ്സ്, ചാരിയറ്റ് ആയിക്കോട്ടെ, ഡെവിൾ, ഏസ് ഓഫ് സ്വാർഡ്സ്, ഫോർ ഓഫ് സ്വാർഡ്സ്, കിങ് ഓഫ് കപ്സ്, ഫൂൾ, നയൻ ഓഫ് പെൻഡക്കിൾസ്, അതും സ്വാഭാവികം തന്നെ. ഹൈ പ്രീസ്റ്റസ് കൊള്ളാലോ. പേജ് ഓഫ് കപ്സ്. എനിക്ക് ഒരേ ഒരു കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ഫോർ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ഫോർ ഓഫ് സോർട്സ്. ടെൻഷൻ അടിക്കുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അല്ലേ? ക്ലാരിഫൈ ഫോർ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ഫോർ ഓഫ് സോർട്സ്. ത്രീ ഓഫ് സോർട്സ്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ? അത് ശരി. ക്ലാരിഫൈ ഡെവിൾ. ക്ലാരിഫൈ ഡെവിൾ. ക്ലാരിഫൈ ഡെവിൾ. ടു ഓഫ് കപ്സ്. അത് ശരി. ഓക്കെ, കാണുന്ന അതുപോലെ പറയും. അത് അപ്രോപ്രിയേറ്റ് ആണോ ഇന്നപ്രോപ്രിയേറ്റ് ആണോ എന്നൊന്നും എനിക്കിവിടെ നോക്കാൻ സാധിക്കില്ല. കാർഡ്സ് എന്ത് പറയുന്നോ അതുപോലെ ഞാൻ പറയും കേട്ടോ. ചിലത് അഡൾട്ട്സ് ഓൺലി ആയി പോയെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ്, എംപ്രസ് ആൻഡ് ലവേഴ്സ്. ഓക്കെ, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു വ്യക്തിയാണ് എന്നിവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ജോലി സംബന്ധമായി കണക്റ്റഡായ വ്യക്തികളാണ്. ജോലി സംബന്ധമായിട്ട് ഇവർക്ക് നിങ്ങളെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നിവർ കരുതുന്നുണ്ട്. അതായത് ഇവർ വിശ്വസിച്ച് നിങ്ങളെ എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് നമ്പർ 1 ആയിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ മെറ്റിക്കുലസായിട്ട് ചെയ്ത് അത് മുഴുമിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒന്നും പകുതിക്ക് വിട്ടിട്ട് പോകുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. നിങ്ങൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ അത് 100% കംപ്ലീറ്റ് ചെയ്തിട്ടേ നിർത്തുള്ളൂ. ആ ഒരു വിശ്വാസം അവർക്കുണ്ട് കേട്ടോ. ആ ഒരു സ്വഭാവം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. അതിനെ പ്രതി നിങ്ങളോട് റെസ്പെക്റ്റും ഉണ്ട് അവർക്ക്. അതുപോലെ പൈസ സേവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. ഓഫ് കോഴ്സ് നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അങ്ങനെ ചിന്തിക്കില്ലല്ലോ. അതായത് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങളത് വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും സേവ് ചെയ്യുകയും ഭാവിയിലേക്ക് എടുത്തു വയ്ക്കുകയും എല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ നിങ്ങൾ ടോപ്പാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി കാണിക്കുന്ന കരുതൽ, സേവിങ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് അതെല്ലാം അവർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ അവരുടെ സ്പൗസും കൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളൂ. അതുപോലെ നിങ്ങളുടെ രൂപം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ കാണാൻ വളരെ സൗന്ദര്യമുള്ളൊരു വ്യക്തിയായിരിക്കണം. ആ ഒരു രൂപം, നിങ്ങളുടെ നിറം, നിങ്ങളുടെ കണ്ണുകൾ, മുടി, അങ്ങനെയെല്ലാം അവർക്ക് വളരെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വളരെയധികം ഇഷ്ടമാണ് എന്ന് കാണുന്നു കേട്ടോ. അതേപോലെ നിങ്ങളുടെ സ്വഭാവം, ഏറ്റവും സ്വീറ്റായിട്ട് പെരുമാറുന്ന, ഭയങ്കര കെയറിങ്ങോടെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ. എപ്പോഴും ഇവർ ഭക്ഷണം കഴിച്ചോ ഉറങ്ങിയോ എന്തായി
എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ റെഗുലറായിട്ട് ചോദിക്കുന്നുണ്ടാവും. അവർ വളരെ കെയർ ചെയ്ത് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു കെയർ, ആ ഒരു സ്വഭാവം, പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആകെ മൊത്തം അവർക്ക് ഇഷ്ടമാണ് എന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ അവരോട് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹം അവർക്ക് കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. അവര് വിട്ടുപിരിയാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് സാധിക്കില്ല. ഓക്കെ, അത്രയധികം സ്നേഹം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്നേഹം കണ്ടില്ല എന്ന് വെക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും അവർ അതേപോലെ അറിയാതെ സ്നേഹിച്ചു പോയി എന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ യാത്രകളൊക്കെ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം കേട്ടോ. മെറ്റിക്കുലസ് ആയിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് യാത്രകൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം. അതേപോലെ നിങ്ങളുടെ തീരുമാനങ്ങൾ തീരുമാനം എടുക്കുന്നത് വളരെയധികം ആലോചിച്ചിട്ടായിരിക്കും. ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല എന്നവർക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാം എന്നവർ കരുതുന്നു. ഓക്കെ, ആ ഒരു ക്യാരക്ടർ, ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്, നിങ്ങളുടെ അതൊരു സ്ട്രെങ്ത് ആയിട്ടാണ് അവർ കരുതുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ തീരുമാനം എടുത്താൽ മാറ്റായിക. ഓക്കെ, അതവർ ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നു. അതേപോലെ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഇൻറ്റിമസി ഉണ്ടാവാറുണ്ടായിരിക്കും. ഈ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ പറയും, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ഇൻറ്റിമസി ഉണ്ടാവാറുണ്ട് എന്ന് കാണുന്നു. ആ ഇൻറ്റിമസി ഉള്ള സമയത്ത് നിങ്ങൾ കാണിക്കുന്ന പാഷൻ, അവരോട് കാണിക്കുന്ന പാഷൻ അവർ വളരെയധികം ആസ്വദിക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. അതൊരു വെറും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുകയാണ്. 2 ഓഫ് കപ്സ് ആണ് കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയാണിത്. അത് നിങ്ങൾ അവരെ 100% ആ സ്നേഹത്തിൽ കൂടി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ ഒരു ഡെഡിക്കേഷൻ അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾ ഏത് കാര്യത്തിലും വ്യക്തതയോടെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് ഒരു വ്യക്തതയില്ലാതെ ഇന്നൊരു തീരുമാനം എടുത്തു നാളെ അത് മാറ്റി അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വളരെ വ്യക്തതയോടെ അതിൻ്റെ നല്ലതും ചീത്തയും മനസ്സിലാക്കി, ഇത് എന്ത് കാര്യമായാലും ശരി നല്ലതും ചീത്തയും മനസ്സിലാക്കി സമാധാനപരമായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു സ്വഭാവം, ആ ഇരുത്തം, മെച്യൂരിറ്റി അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു കേട്ടോ. അതേപോലെ ഇതെനിക്ക് വളരെ എന്താ പറയുക വിചിത്രമായിട്ട് തോന്നിയ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് നിങ്ങളെ പരിചയപ്പെട്ട സമയത്ത് നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒരു സ്പൗസിൽ നിന്നൊരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിൽ നിന്നുള്ള ഒരു സെപ്പറേഷൻ, അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോയ സമയത്താണ് നിങ്ങൾ തമ്മിൽ കണ്ടത് എന്ന് കാണുന്നു. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കായി പോയതിനെ പറ്റിയിട്ട് ആലോചിച്ചെടുത്ത സ്ട്രെസ് ഉണ്ടല്ലോ, അത് അവരെ ചിന്തിപ്പിച്ചു. അതായത് പോയ ഒരാൾക്ക് വേണ്ടി ഇവർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള വ്യക്തിക്ക് അവരെത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്നൊരു ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയത്. നിങ്ങളെപ്പോലെ ഈ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗം തന്നെയാണത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെ വിശ്വസിക്കാം, ഇവരുടെ പാർട്ട്ണറിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയി ഇരിക്കും എന്നൊരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടായി. അവിടെ നിന്നാണ് അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് എന്ന് കാണുന്നു കേട്ടോ. ഒരു ഹാർട്ട് ബ്രേക്കിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളെയാണ് അവർക്ക് ഇഷ്ടം തോന്നിയത് എന്നർത്ഥം. അതേപോലെ എടുത്തു ചാടി തീരുമാനങ്ങളില്ല. ഓക്കെ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. എസ്പെഷ്യലി അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. മനസ്സിലായോ? അതായത് അവിടെ തേർഡ് പാർട്ടി സ്പൗസ്, കുട്ടികൾ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന സ്പേസ് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നത്. അതൊക്കെ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപാട് സ്നേഹം നിങ്ങളോട് കൂടുതലായിട്ട് തോന്നിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ പൊതുവെ ഹാപ്പി പേഴ്സൺ ആണ്. നിങ്ങൾ ഏത് ഗ്രൂപ്പിലിരിക്കുന്നു ആ ഗ്രൂപ്പിനെ നിങ്ങൾ ഹാപ്പി ആക്കും, തമാശകൾ പറയും, ചിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ വിഷമമാണോ അല്ലയോ അത് നിങ്ങൾ പുറത്ത് കാണിക്കാറില്ല. ഏറ്റവും സന്തോഷമായിട്ട് മുന്നിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും
വിഷമം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന്. അതുമാതിരി വളരെ ഹാപ്പി ആയിട്ട് ജോവിയലായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ ആ ഒരു വെളിച്ചം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. അതേപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഗ്രൂം ചെയ്യുന്ന രീതി, നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന രീതി എല്ലാം, സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നത് എല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഹെയർ കട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പെർട്ടിക്കുലർ വസ്ത്രം ധരിക്കുന്നത്, സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ സാരി ധരിക്കുന്നത്, അല്ലെങ്കിൽ ചുരിദാർ ധരിക്കുന്നത്, സ്കേർട്ട് ധരിക്കുന്നത്, അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതൊരു പെർട്ടിക്കുലർ വേഷം ധരിച്ച് നിങ്ങളെ കാണാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഒരു പെർട്ടിക്കുലർ രീതിയിൽ മുടി കെട്ടി വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായ സ്നേഹം തോന്നും. ഓക്കെ, റീസെൻ്റ്ലി നിങ്ങളിൽ തന്നെ എന്തോ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്, അതും അവർക്ക് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്ന, സെൽഫ് കോൺഫിഡൻസോടെ ഇരിക്കുന്നത്, സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്നതെല്ലാം ഇവർക്ക് വളരെ ഇഷ്ടമാണ്, ബഹുമാനമാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നിവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, റിലീജിയസ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്, വളരെ കെയർ എടുക്കാറുണ്ട്. അതേപോലെ നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടുപോകില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം അവരുടെ ലൈഫിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് അവർ മനസ്സിലാക്കുന്നു കേട്ടോ. അതൊരിക്കലും അവർ വിട്ടുപോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ അതവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ഉറച്ച തീരുമാനത്തെ അവർ സ്നേഹിക്കുന്നു കേട്ടോ. നിങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളൊരു വിശ്വാസമാണത്. ഓക്കെ, ആ വിശ്വാസമാണ് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, ലാസ്റ്റായിട്ട് നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ശബ്ദം, നിങ്ങൾ പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ആ കലാപരമായിട്ടുള്ള കാര്യം, കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്നത്, വളരെ എഫക്റ്റീവായിട്ട് മണിക്കൂർ കണക്കിന് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ മടുക്കില്ല, അങ്ങനെ അവർക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ, എഫേർട്സ്, നിങ്ങളെപ്പോഴും പറയാറുണ്ടായിരിക്കും, ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പള്ളിയിൽ പോയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടായിരിക്കും. അത് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, അതേപോലെ ആവശ്യക്കാരെ സഹായിക്കാൻ ഉള്ള മനസ്ഥിതി, അതും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ, മറ്റാരെങ്കിലും ആവട്ടെ, അത്യാവശ്യക്കാര് നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യകാരണം പറഞ്ഞിട്ട് അവർക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മടിക്കാതെ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ നന്നായി സമ്പാദിക്കുന്ന വ്യക്തിയാണ്, സ്വന്തമായി ഇൻഡിപെൻഡൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്, സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അതൊക്കെ അവർക്ക് റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്, സ്നേഹമാണ് കേട്ടോ. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. മൂത്ത മകൻ, മകൾ, അങ്ങനത്തെ ഒരു സ്ഥാനമൊക്കെ വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ മാതാപിതാക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി, അതെല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. കാരണം അവരും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ സ്വഭാവം അവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി അവർക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഇവരെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ വളരെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അത് ഇവർക്ക് സാധിക്കാറില്ല. പട്ടികൾ കുരയ്ക്കേണ്ട ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അതായത് നിങ്ങൾ എക്സ്പ്രസീവാണ് നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റിയിട്ട്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഒളിപ്പിച്ച് വെക്കാറില്ല, നിങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാറാണ് പതിവ് കേട്ടോ. ആ ഒരു കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കാണുന്നു. കമ്മ്യൂണിക്കേഷൻ തന്നെ, നിങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അത് പിന്നീടേക്ക് മാറ്റി വെക്കുന്ന പരിപാടിയൊന്നും നിങ്ങൾക്കില്ല. ഒരു കാര്യം തീരുമാനിച്ചു അത് ഉടനെ നടപ്പാക്കി എന്നുള്ള രീതിയാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ വളരെ ആലോചിച്ച് സംസാരിക്കേണ്ടെന്ന ആവശ്യം നിങ്ങൾക്ക് വരാറില്ല. നിങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട്
ഇപ്പോൾ ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ തീരുമാനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചിലർക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇല്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് എന്നവർ കരുതുന്നു കേട്ടോ. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ മറ്റുള്ള ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് കാണുന്നു. പിന്നെ നിങ്ങളെ കണ്ട മാത്രയിൽ തന്നെ അവർക്ക് തോന്നി അവരുടെ ലൈഫിൽ മറ്റെല്ലാം ഉണ്ടെങ്കിലും ഈ നിൽക്കുന്ന വ്യക്തിയും കൂടി അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലേ അവർക്കൊരു പൂർണ്ണത വരുന്നുള്ളൂ എന്ന് ഉള്ളൊരു ഫീലിംഗ് അവർക്ക് തോന്നിയിരുന്നു കേട്ടോ. ആ ഒരു എന്താ പറയുക, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. മുന്നിൽ നിൽക്കുന്ന ആൾ നിങ്ങളെ സ്നേഹിച്ചു പോകും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. അപ്പോൾ ഇവർക്കും തോന്നിയിട്ടുണ്ട് നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫിൽ. അവരുടെ ഒരു ആഗ്രഹ സബലീകരണമാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ വേണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു, തീവ്രമായി സ്നേഹിക്കുന്നു നിങ്ങളെ കേട്ടോ. പറഞ്ഞു തീർന്നില്ല, തീവ്രമായ സ്നേഹത്തിൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ കണ്ട മാത്രമേ അവർക്ക് സ്നേഹം തോന്നി, അതിനൊരു റീസൺ ഒന്നുമില്ല. നിങ്ങൾ എന്നോ അവർക്കറിയാം എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളെ കണ്ടപ്പോൾ ആദ്യമായിട്ട് തന്നെ കിട്ടിയത്. മണിക്കൂർ കണക്കിന് നോക്കിയിരുന്ന് കാണും നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടിക്കാണും. അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ പറയാൻ അവർക്ക് അറിയുന്നില്ല. അവർക്ക് സ്നേഹം തോന്നി, അത്ര തന്നെ, സ്നേഹിച്ചു പോയി എന്ന് പറയില്ലേ, ആ ഒരു രീതിയാണ് കേട്ടോ. ലാസ്റ്റ് ഒരു കാർഡ് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾ എന്ത് കാര്യവും ന്യായപ്രകാരം മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. അവിടെ നിങ്ങൾ പേടിച്ച് നിൽക്കാറൊന്നുമില്ല. എന്താണോ ന്യായം അതുപോലെ നിങ്ങൾ ചെയ്യും. നേരത്തെ കിങ് ഓഫ് കപ്സിന്റെ എനർജി നോക്കിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു, അപ്പുറത്തെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും അവിടെ അവർക്കുള്ള സ്പേസ് കൊടുത്ത് അവിടെ ന്യായത്തോടെ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലത്തെയാണ് നിങ്ങളുടെ ക്യാരക്ടർ. ഒരിക്കലും മറ്റൊരാളുടെ സ്പേസിലേക്ക് ഇടിച്ചു കയറുക, അവിടെ പോയി സ്വയം സ്ഥാപിക്കുക, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. ന്യായമായിട്ട് എന്താണോ ചെയ്യേണ്ടുന്നത് അത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ക്യാരക്ടർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഒരു എടുത്തുചാട്ടവും ഇല്ലാത്ത സമാധാനപരമായി മാത്രം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു ക്യാരക്ടർ അവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നും കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താലേ നമ്മളുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുമ്പോഴേ ഹൈപ്പിൻ്റെ ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ദയവായിട്ട് അതൊന്ന് ചെയ്യണേ. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.